കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. നമ്മളങ്ങനെ കൃപാസന മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പ്രത്യേക പ്രാർത്ഥനയിലേക്ക് കടക്കുന്ന സമയത്ത് അത്യഭക്തിയോടുകൂടി തന്നെ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും മറ്റുള്ളവർ കൂടുതൽ മാതാവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൂടുതലുണ്ടാകുവാനായിട്ട്, ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലുണ്ടാകുവാനായിട്ട് മാതാവ് നിങ്ങളിൽ എപ്പോഴും ഇടപെടൽ നടത്തുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഒരു കാര്യം മറക്കാതെ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ഏത് സമയത്താണെങ്കിലും നിങ്ങൾ പങ്കെടുക്കുന്ന ആ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, എത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിലും നിങ്ങൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾ പങ്കെടുക്കുവാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും കൃപാസന മാതാവ് അനുഗ്രഹിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഷെയർ ചെയ്തു. പുസ്തകം പറഞ്ഞു അമ്മേ മാതാവേ കൃപാസന മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരെ ഒരു തരത്തിലുള്ള ആപത്തുകളിലൂടെ കടന്നു പോകുവാനായിട്ട് അമ്മയുടെ വിടക്കരുത്. അവരെ ഏതെങ്കിലും പൈശാചികമായിട്ടുള്ള ശക്തികളുടെ കീഴിലായി അവർ അങ്ങനെ ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നവരാണെങ്കിലും വിടുവിക്കണമേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ രോഗിയായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അവർ വിമുക്തമാക്കണമേ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഇടപെടൽ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് അവരെ തൊടുന്നതെല്ലാം ഒരു വിജയകരമായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകുവാൻ അമ്മയുടെ ഇടപെടൽ എന്നുകൊണ്ടാണ്. സാമ്പത്തികത്തിൻ്റെ ഏതൊരു തരത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകാനായിട്ട് അമ്മ മാതാവ് തീർച്ചയായിട്ടും കരസ്പർശം അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണമേ. അതുപോലെ തന്നെ ജോലി ലഭിക്കാതെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അത്തരം ആൾക്കാരെ അമ്മ മാതാവ് അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അത്തരം ആൾക്കാരെ അമ്മ മാതാവ് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ജോലി പെട്ടെന്ന് തന്നെ ലഭിക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ജോലിക്ക് കയറി ജോലി സ്ഥലങ്ങളിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേദനകൾ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ അമ്മ മാതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകുവാനായിട്ട് അമ്മ മാതാവ് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ട്രൈ ചെയ്ത് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു. എന്നിട്ടും ഇതിലുള്ള പോസിറ്റീവ് റിസൾട്ടും കിട്ടാത്ത ഒരുപാട് ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെ അമ്മ മാതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരൊരിക്കലും അമ്മ കൈവിടരുത്. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ അല്ലെങ്കിൽ പ്രായമായവർ, അപ്പോൾ അത്തരം ആൾക്കാർ അമ്മ മാതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്. അവരെ അമ്മ മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുക. നല്ലൊരു കുടുംബമാക്കി മാറ്റുവാനായിട്ട്, നല്ല സമാധാന സന്തോഷമുള്ളൊരു കുടുംബമാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പം തന്നെ ഉണ്ടാവണമെന്ന് മാതാവേ. അതുപോലെ തന്നെ മക്കളെ ഓർത്ത് വിഷമിച്ച് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മക്കളുടെ പഠനം ഇല്ലെങ്കിൽ മക്കൾ വഴി മാറിപ്പോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മ മാതാവെ അവരമ്മ വിടുവിക്കണമേ. അതുപോലെ തന്നെ മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ മാതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കാണിച്ചു തരുന്നൊരു കാര്യമുണ്ട്. വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുന്ന കുറേ പേരുണ്ട്. വിദേശത്തേക്ക് ട്രൈ ചെയ്യുന്ന കുറേ പേര് അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുടെ തടസ്സങ്ങൾ ഒരുപാടായിട്ടുണ്ട്. അതൊക്കെ മാറിപ്പോകാനായിട്ട് അവർ ഒരു രീതിയിലുള്ള അപകടത്തിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. അപകടം എന്ന് പറയുന്നത് ദുരിതമാണ് പറയുന്നത്. അതുപോലെ തന്നെ യാത്രകൾ പോകുന്നവരുണ്ടാകും. ആ യാത്രയിൽ പോകുന്നവർ അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കുവാനായിട്ട് അവർക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാതാപിതാക്കൾ, മക്കൾ എല്ലാവരും മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ജോലിയും അവരുടെ സാഹചര്യങ്ങളും എല്ലാം തന്നെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഇടയിൽ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുവാനും നല്ലൊരു കുടുംബമാക്കി മാറ്റുവാനും ആ സമൂഹത്തിൽ നല്ലൊരു പേര് കേട്ടൊരു ഫാമിലിയാക്കി മാറ്റുവാനും അമ്മയും മാതാവിനെ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. എല്ലാവരും കൃപാസന മാതാവ് ഇപ്പം തന്നെ അനുഗ്രഹിക്കുകയാണ്. സ്രോതനായതാവേ അങ്ങനെ നാം പോയി കാണുമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങനെ തിരുമനസ് സ്രോതത്തിലെ ഭൂമിയിൽ കാണുമേ. അന്ന് നമ്മുടെ ആഹാരം
ഞങ്ങളുടെ തെറ്റി ഞങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളുടെ രക്ഷണം പ്രാന്തത്തിൽ നിന്ന് രക്ഷണം നിങ്ങൾ ആവശ്യമാകുന്നു പയ്യിട്ട് പറയും എന്ന് പറഞ്ഞു പറഞ്ഞ ക്രിസ്തീയർത്താവങ്ങളുടെ സ്ത്രീകളും വിശ്വനുഗ്രഹിക്കപ്പെടണം പരിസ്ഥാനം പാളായ നമുക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് നമ്മൾ ഞങ്ങളുടെ വിഷയം സ്ഥാനത്തിന് സ്ഥാനം പോലെ എപ്പോഴും എല്ലാവരും